بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ സിയാമിൻ്റെ മുഖദ്ദിമകൾ നമ്മൾ സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഹദീസ്. ഒന്നാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقدموا رمضان بصوم يوم ولا يومين إلا رجل كان يصوم صوما فليصمه متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല റാജിഹായി എടുത്തു പറഞ്ഞ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന പേരാണ്. യമനിലെ ദൗസ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജ്റക്ക് 21 വർഷം മുമ്പ് സഹാബി ജനിച്ചു. ഹിജ്റ 7-ാം വർഷം മുസ്ലിമായി. ഹിജ്റ 59 മദീനയിൽ വഫാത്തായി. ബഖിയുൽ ഗർഖദിലാണ് ദഫൻ ചെയ്യപ്പെട്ടത്. വാദി അൽ അഖീഖ് എന്ന മുബാറക്കായ വാദിയിലാണ് സഹാബി വഫാത്തായത്. 5374 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ചായി അറിയപ്പെട്ട സഹാബിയാണ്. ഹദീസ് ലാ തഖദ്ദമു റമദാന. തഖദ്ദമു നഹിയാണ്. ലാ തഖദ്ദമു ഐ ലാ തസ്ബിഖു, നിങ്ങൾ മുൻകടക്കരുത്. റമദാന, റമദാനിനെ നിങ്ങൾ മുൻകടക്കരുത്. ബിസൗമി യൗമിൻ, റമദാനിൻ്റെ ഒരു ദിവസം മുമ്പ് നോമ്പ് കൊണ്ട് നിങ്ങൾ റമദാനിനെ മുൻകടക്കരുത്. വല യൗമൈനി, 2 ദിവസം മുമ്പ് റമദാനിനെ നിങ്ങൾ മുൻകടക്കരുത്. റമദാൻ ആരംഭിക്കുന്നതിൻ്റെ 1 അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് സൂക്ഷ്മത എന്നോണം ഇഹ്തിയാത്തൻ നോമ്പെടുക്കുന്നതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിരോധിക്കുന്നത്. ആ നിരോധനം ഹറാമാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്, കറാഹത്താണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ അന്നഹി യഖ്തളി അത്തഹരീം എന്ന അടിസ്ഥാനത്തിൽ, നഹി എന്നുള്ളത് തഹരീമിനെ, ഹറാമിനെ അറിയിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ ഹറാമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ് അവർ ഇസ്തിദ്ലാലായിട്ട് എടുക്കുന്നത്. ഇല്ലാ റജുലുൻ, ആ നഹിയിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിസ്നാ ചെയ്തു, ഇന്ന വ്യക്തി ഒഴികെ. അപ്പോൾ ഒരിക്കലും ഹറാമിൽ നിന്നും ഒരു ഇസ്തിസ്നാ ഉണ്ടാകൂല. അപ്പോൾ അത് കറാഹത്തിനെ അറിയിക്കുന്നതാണ്. ആ കരീന എന്താണ്? ഈ ഇസ്തിസ്നാണ്. അങ്ങനെ മറുവിഭാഗം പണ്ഡിതന്മാർ കറാഹത്താണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ജുംഹൂറുൽ ഉലമ ഹറാമാണ് എന്നതിനാണ് മുന്തിക്കുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ റജുലുൻ, ഒരു വ്യക്തി ഒഴിച്ച്, കാന യസൂമു സൗമൻ, അദ്ദേഹം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഐ മിൻ ആദത്തി റജുൽ, ആ വ്യക്തിയുടെ ശീലമായിരുന്നു. ആദത്താണ് നോമ്പെടുക്കുക എന്നുള്ളത്. എങ്ങനെ? അദ്ദേഹത്തിന് ഇങ്ങനെ നോമ്പെടുക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ആ ആദത്തും
ഈ റമദാനിൻ്റെ ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് എന്നുള്ളത് പരസ്പരം യോജിച്ച് വന്നാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ആ നോമ്പ് എടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന ഒരാൾ, സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദത്താണ്. അങ്ങനെ നോമ്പെടുക്കുന്ന ഒരാൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച റമദാനിൻ്റെ മുമ്പ് 1 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പായാൽ ആ ദിവസം എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് നോമ്പെടുക്കാം, അത് ഹറാമില്ല. അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് പോലെ ഇഫ്തിർ യൗമൻ വയസൂമു യൗമൻ, ആ രീതിയിൽ നോമ്പ് സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ ആ റമദാനിൻ്റെ 1 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ നോമ്പ് യോജിച്ച് വന്നാൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാം. കാരണം ആ നോമ്പെടുക്കൽ എന്തല്ല, വുജൂബല്ല. കാരണം എന്താ? ഫല്യസുംഹു എന്ന അംറുണ്ടല്ലോ, ആ അംർ വുജൂബിനെ അറിയിക്കൂല. കാരണം എന്താണ്? അൽ അംറു ബഅദൽ ഹദ്രി തുഫീദുൽ ഇബാഹത്തിനെ അറിയിക്കുന്നതാണ് അല്ലേ. ഒരു നിരോധനം വന്നതിന് ശേഷം ഉള്ള അംർ ഇബാഹത്തിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ആ നിരോധനം നീങ്ങി എന്നതിനെ അറിയിക്കുന്നു. അതെന്തില്ല? വുജൂബിനെ അറിയിക്കൂല. അപ്പം സാധാരണ നോമ്പെടുത്ത് വരുന്ന ഒരാൾക്ക് ആ ദിവസം നോമ്പ് നോക്കൽ യജൂസു, അനുവദനീയമാണ്, വാജിബില്ല. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിൻ്റെ 1 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നോമ്പെടുക്കരുത് എന്ന് നിരോധിച്ചത്? എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ഫർദും സുന്നത്തും അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു ചിലർ പറഞ്ഞു റമദാൻ ആരംഭിക്കുന്നത് റുയത്തുൽ ഹിലാൽ കൊണ്ടാണ്, അപ്പം അതിൻ്റെ മുമ്പൊരു നോമ്പ് അനുവദനീയമല്ല. എന്നൊരാൾ റമദാൻ്റെ മുമ്പ് നോമ്പെടുത്താൽ സൂക്ഷ്മത എന്നോണം, ഇന്ന് റമദാൻ ആയെങ്കിൽ എനിക്ക് ആ നോമ്പ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ സൂക്ഷ്മത എന്നോണം ഒരാൾ നോമ്പെടുത്താൽ ഓൻ മുഖാലിഫുൽ ഇശ്ശറ, ഓൻ റസൂലിൻ്റെ സുന്നത്തിനെതിരാണ്, ഷർഇനെതിരാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നിരോധിച്ചത്. അതാണ് ഇബ്നു ഹജർ റഹിമഹുല്ല റാജിഹായി എടുത്തു പറയുന്ന അഭിപ്രായം. വൽഹാസിൽ ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? റമദാനിൻ്റെ 1 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നോമ്പുകൾ, സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. ഇനി മറിച്ച് കഫാറത്തിൻ്റെ നോമ്പ് ബാക്കിയുള്ളവർ, നെദറിൻ്റെ നോമ്പ്, മുമ്പത്തെ റമദാൻ്റെ നോമ്പ് ഖളാ വീട്ടാനുള്ളവർ, അവർക്കെന്താ വാജിബായ നോമ്പാണെങ്കിൽ അതെന്ത് ചെയ്യാം? എടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹദീസ് وعن عمار بن ياسر رضي الله عنه قال من صام اليوم الذي يشك فيه فقد عصى أبا القاسم صلى الله عليه وسلم ذكره البخاري تعليقا ووصله الخمسة وصححه ابن خزيمة وابن حبان. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായ സഹാബിയാണ്. ഒരു കുടുംബം മുഴുവൻ മുസ്ലിമായി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഉമ്മ സുമയ്യ, പിതാവ് യാസിർ റളിയല്ലാഹു അൻഹും, ഒരു കുടുംബം ഒന്നായിട്ടാണ് മുസ്ലിമായത്. അദ്ദേഹം ഹിജ്റക്ക് 56 വർഷം മുമ്പ് അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. നല്ല വയസ്സുള്ള പ്രായമുള്ള സഹാബിയാണ്. ഹിജ്റ 37 സഹാബി വഫാത്താകുന്നത്. സിഫീൻ യുദ്ധത്തിലാണ് ഷഹീദാക്കപ്പെടുന്നത്. സിഫീൻ യുദ്ധത്തിൽ ഫുറാത്ത് നദിയാണ് ഇറാഖിലെ, ആ നദീൻ്റെ കരയിലാണ് അദ്ദേഹം ഷഹീദായി കൊല്ലപ്പെടുന്നത്. 67ഓളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 67 ഹദീസുകൾ. ഹിജ്റ 37 സിഫീൻ യുദ്ധത്തിലാണ് വഫാത്തായത്, ഷഹീദാക്കപ്പെട്ടത്. ജനിച്ചത് ഹിജ്റ 56 വർഷങ്ങൾക്ക് മുമ്പ്. സഹാബി പറയാണ്, മൻ സാമൽ യൗമല്ലദി യുശക്കു ഫീഹി, ഷക്കുള്ള ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, ഷക്ക് യൗമു ഷക്ക്,
ഷക്കുള്ള ദിവസം, സംശയമുള്ള ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ ഫഖദ് അസ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചിരിക്കുന്നു. ഹദീസ് മൗഖൂഫാണ്, സഹാബിയുടെ വാക്കാണ്, പക്ഷെ ഹുക്മൻ മർഫൂ ആണ്. കാരണം അതൊരു ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമം പറയാണ്. ഒരിക്കലും ഒരു സഹാബി എന്തെയില്ല, സ്വന്തം ഒരു ദീൻ ഉണ്ടാക്കൂല, ശരീഅത്ത് ഉണ്ടാക്കൂല. മറിച്ച് അങ്ങനെയുള്ള ശരീഅത്തിന് നിയമമാക്കുന്ന ഒരു കാര്യമാണ് സഹാബി പറഞ്ഞതെങ്കിൽ അത് ഹുക്മൻ മർഫൂ ആയിരിക്കും. ഈ ഹദീസ് പറയുന്നത് ഷക്കിൻ്റെ ദിവസം. പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്, ഏതാണ് ഈ ഷക്കിൻ്റെ ദിവസം. റാജിഹായ അഭിപ്രായം എന്താണ്? ഷഅബാൻ പൂർത്തിയാകുന്ന 29 ദിവസം കഴിഞ്ഞ് 30ാമത്തെ നിലാവ്, അതാണ് നോക്കേണ്ട ദിവസം. അന്ന് ഒരാൾ നോമ്പെടുത്ത്, അഥവാ ഷഅബാൻ 30 അന്ന് ഒരാൾ നോമ്പെടുത്താൽ ഷക്കിൻ്റെ ദിവസമാണ്. അന്ന് നിലാവ് ചിലപ്പം കാണൂല, മേഘാവൃതമായാലോ എന്തെങ്കിലും മറയുണ്ടെങ്കിലോ. അന്ന് നിലാവ് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നുണ്ടാകാം എന്ന ധാരണയിൽ ഒരു സൂക്ഷ്മത എന്നോണം നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് യൗമുഷക്ക്, ഷഅബാൻ 30. അന്ന് ആരെങ്കിലും നോമ്പെടുത്താൽ ഫഖദ് അസ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവൻ എതിര് കാണിച്ചു, ധിക്കാരം കാണിച്ചു. അബുൽ ഖാസിം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുന്നിയത്താണ്. റസൂലിൻ്റെ കുന്നിയത്ത്, റസൂൽ ജീവിച്ചിരിക്കെ മറ്റുള്ളവർ ആ കുന്നിയത്ത് സ്വീകരിക്കുന്നത് വിലക്കപ്പെട്ടതാണ്. റസൂലിൻ്റെ മകനാണ് അൽ ഖാസിം, മൂത്ത മകനാണെന്ന് അഭിപ്രായമുണ്ട്. അത് റസൂലിൻ്റെ മകൻ്റെ പേരെന്ന നിലയിൽ കുന്നിയത്താണ്. അതെങ്കിൽ റസൂൽ അൽ ഖാസിം എന്ന പേര് റസൂലിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു, വഅന അൽ ഖാസിം, ഞാനത് വിതരണം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്? മകനിലേക്ക് ചേർത്ത് കുന്നിയത്ത് നൽകപ്പെട്ടതാണ്. ആ സഹാബി അബുൽ ഖാസിം എന്ന് കുന്നിയത്ത് പറഞ്ഞത് ഉറപ്പിലാണ്. കാരണം എന്തില്ല, റസൂൽ ജീവിച്ചിരിക്കുക മറ്റൊരു സഹാബി ആ കുന്നിയത്ത് സ്വീകരിക്കൂല. അപ്പോൾ ആ കുന്നിയത്ത് പറഞ്ഞ ഏതൊരാൾക്കൊന്ന് ബോധ്യപ്പെടും അതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി യൗമുഷക്കിൻ്റെ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് റസൂൽ നിരോധിച്ചതാണ്. കാരണം റമദാനിൻ്റെ നോമ്പ് സ്ഥിരപ്പെടുന്നത്, റമദാനിൻ്റെ പ്രവേശനം സ്ഥിരപ്പെടുന്നത് റുയത്തുൽ ഹിലാൽ കൊണ്ടാണ്, ഹിലാൽ കാണൽ കൊണ്ടാണ്. അപ്പം ഷഅബാൻ ഉള്ളത് ബഖാഉ ഷഅബാൻ, ഷഅബാൻ അവശേഷിക്കുക എന്നുള്ളത് യഖീനാണ്. ആ യഖീന് നീങ്ങണമെങ്കിൽ എന്താണ്? മറ്റൊരു യഖീൻ വേണം. അൽ യഖീനു ലാ യസൂലു ഇല്ലാ ബിൽ യഖീൻ, യഖീൻ കൊണ്ടല്ലാതെ യഖീൻ നീങ്ങൂല. അപ്പം റുയത്തുൽ ഹിലാൽ കണ്ടാൽ മാത്രമേ റമദാൻ തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഷക്ക് സംശയമാണ്, അൽ യഖീനു ലാ യസൂലു ബിഷക്ക്. ഈ ഖായിദയൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഖായിദകളാണ്. അപ്പം സംശയമുള്ള ദിവസം, യൗമുഷക്കിൻ്റെ ദിവസം നോമ്പെടുക്കാൻ പാടുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സരീഹായി പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ള ഹദീസിൽ ഇതിനെ ശക്തിപ്പെടുന്ന സൂചനകൾ മറ്റുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്, ലാ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ എന്ന ഹദീസും, ശേഷം ഉള്ള ഹദീസ് ഫൈൻ ഉഗ്മിയ അലൈക്കും ഫഖ്ദുറു ലഹു 30, നിങ്ങൾക്ക് മേഘാവൃതമായാൽ, ആകാശം മേഘാവൃതമായി ചന്ദ്രനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷഅബാൻ 30 പൂർത്തീകരിക്കുക എന്നുള്ള ഹദീസുകളൊക്കെ എന്താണ്? ഈ ഒരു ഹദീസിന് ബലം നൽകുന്നുണ്ട്, അതിലേക്ക് സൂചനകൾ നൽകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തത്, عن ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فاقدروا له متفق عليه ولمسلم فإن أغمي عليكم فاقدروا له 30 وللبخاري فأكملوا العدة 30 وله في حديث أبي هريرة رضي الله عنه فأكملوا عدة شعبان 30.
ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ഒരു രീതിയാണ്, ഒരു ബാബിൽ അദ്ദേഹം ഒരു മസ്അലക്ക് വേണ്ടി ഇസ്തിദ്ലാലിന് വേണ്ടി ഒരു ഹദീസ് കൊണ്ടുവന്നാൽ ആ ഇസ്തിദ്ലാലിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ ഹദീസിൻ്റെ തഫ്സീറിന് വേണ്ടി മറ്റുള്ള റിവായത്തുകൾ, സിയാദത്തുള്ള റിവായത്തുകളും അദ്ദേഹം കൊണ്ടുവരും. ആ സിയാദത്തുള്ള റിവായത്ത് കൊണ്ടുവരുന്നതിന് വലിയ ഫായിദ ഉണ്ടാവും. ആ ഹദീസിൻ്റെ ഷറഹായിരിക്കും അത്, അല്ലെങ്കിൽ ആ മസ്അലയുടെ പൂർത്തീകരണമായിരിക്കും അത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ മുത്തഫഖുൻ അലൈഹി ഹദീസ് ആദ്യം പറഞ്ഞു, പിന്നെ മുസ്ലിമിൻ്റെ റിവായത്തിലെ സിയാദത്ത്, ബുഖാരിയിലുള്ള സിയാദത്ത്, അതുപോലെ തന്നെ ബുഖാരിയിൽ അബൂ ഹുറൈറയിൽ നിന്നുമുള്ള സിയാദത്തും അദ്ദേഹം കൊണ്ടുവന്നു. അത് ഇൻഷാ അല്ലാഹ് ഹദീസിൻ്റെ അർത്ഥം വെക്കുമ്പം തിരിയും എൻ്റെ ഫായിദ. ഇദാ റഅയ്തു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഹിജ്റക്ക് 10 വർഷം മുമ്പാണ് സഹാബി ജനിക്കുന്നത്. മക്കയിലാണ് ജനനം, മക്കയിൽ തന്നെയാണ് അദ്ദേഹം വഫാത്തായത്. ഹിജ്റ 73 വഫാത്താകുന്നത്. 2630 ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ്. ബുദ്ധികൂർമ്മതയുള്ള, ഇൽമുള്ള സഹാബാക്കളിൽ മുത്തബിഉസ്സുന്ന എന്നറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇദാ റഅയ്തുമൂഹു ഫസൂമു. ഹൂ മടങ്ങുന്നത് ഹിലാലിലേക്ക്. നിങ്ങൾ ഹിലാൽ കണ്ടാൽ, ചന്ദ്രനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. വ ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. ഹിലാലിനെ കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക, നോമ്പ് ഒഴിവാക്കുക. അപ്പം റമദാൻ ആരംഭിക്കുന്നതും റമദാൻ അവസാനിക്കുന്നതും റുയത്തുൽ ഹിലാലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി ഫഇൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മറക്കപ്പെട്ടാൽ, അയച്ചാൽ റുയത്തിൽ നിന്നും തടസ്സമാക്കപ്പെട്ടാൽ, ഫഖ്ദുറൂ ലഹു, നിങ്ങൾ അതിനെ കണക്കാക്കുക. ഫഖ്ദുറു എന്നുണ്ട്, ഫഖ്ദിറു എന്നും റിവായത്തുണ്ട്. ബിളമ്മിദ്ദാലി വകസ്രിഹ, ദാലിന് കസ്റു ആക്കാം, ദാലിന് ദമ്മു ആക്കാം. ഫഖ്ദുറു അല്ലെങ്കിൽ ഫഖ്ദിറു, കണക്കാക്കുക എന്നർത്ഥം. അപ്പം ഫഖ്ദുറൂ ലഹു, നിങ്ങൾ അതിനെ കണക്കാക്കുക. ഈ ഒരു റിവായത്തിൻ്റെ തഫ്സീറാണ് അദ്ദേഹം രണ്ടാമത്തെ റിവായത്ത് കൊണ്ടുവന്നത്. ഓലി മുസ്ലിം, മുസ്ലിമിൻ്റെ റിവായത്തിലെ സിയാദത്ത് എന്താണ്? ഫൈൻ ഉഗ്മിയ അലൈക്കും. ഉഗ്മിയ എന്ന് പറഞ്ഞാൽ മേഘാവൃതമാവുക, മേഘം മൂടുക ആകാശത്ത്. ഫൈൻ ഉഗ്മിയ അലൈക്കും, നിങ്ങളിൽ മേഘാവൃതമായാൽ ഫഖ്ദുറൂ ലഹു സലാസീൻ. ആ ലഹു എന്താണ്? സലാസീൻ. നിങ്ങൾ ആ ഷഅബാനിനെ 30 പൂർത്തീകരിക്കുക. അഥവാ ഷഅബാൻ പൂർത്തീകരിച്ച് 30 പൂർത്തീകരിച്ച് പിന്നെ റമദാൻ ആരംഭിക്കുക. വലിൽ ബുഖാരി ഫഅക്മിലു അൽ ഇദ്ദത 30. കുറച്ചും കൂടി തഫ്സീർ വന്നു. അതിൻ്റെ എണ്ണം, ആ ദിവസത്തിൻ്റെ, ഷഅബാൻ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ എണ്ണം നിങ്ങൾ 30 പൂർത്തീകരിക്കുക. ഇനി ബുഖാരിനെ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്, അതും അദ്ദേഹം കൊണ്ടുവന്നു. ഫഅക്മിലു ഇദ്ദത ഷഅബാന 30. അപ്പോൾ 3 റിവായത്തിലും ഓരോ സിയാദത്തിലൂടെ ആ ഹദീസ് പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ടു. ഒരു വലിയ ഫായിദയാണ്. അദ്ദേഹം ആ രീതിയിലാണ് എല്ലാ ഹദീസുകളും കൊണ്ടുവന്നത്. ഒരു ബാബിൽ ഒരു ഹദീസ് മസ്അല പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫായിദകൾക്ക് വേണ്ടി എന്ത് ചെയ്യും? റിവായത്തുകൾ, സിയാദത്തുള്ള റിവായത്തുകൾ കൊണ്ടുവരും. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് റമദാൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും റുയത്തുൽ ഹിലാലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റുയത്തുൽ ഹിലാൽ ഉണ്ടായാൽ മതി. അതിന് ആലാത്തുകൾ, മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം, നേരിട്ട് നോക്കാം, മറ്റുള്ള സഹായകരമാകുന്ന വസ്തുക്കൾ ഉപയോഗിക്കാം. എന്തുപയോഗിച്ചാലും അത് റുയത്താണ്. കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാലും മറ്റുള്ള ഉപകരണങ്ങൾ വെച്ച് നോക്കിയാലും റുയത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ റസൂല് ദുഖൂല് റമദാനും അതുപോലെ തന്നെ റമദാൻ അവസാനിക്കുന്നതും റുയത്തിനെയാണ് ബന്ധിപ്പിച്ചത്. അപ്പോൾ റുയത്ത് ഉണ്ടായാൽ റമദാൻ ആരംഭിക്കും. ഇവിടെ എതിർദിശയിൽ മറ്റൊരു വിഭാഗം ആൾക്കാരുടെ എന്തുണ്ട്? ഹിസാബിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്നുണ്ട്. റുയത്തിനെ പരിഗണിക്കാതെ കണക്ക് കൂട്ടിയിട്ട് പൂർണ്ണമായും ഹിസാബിൻ്റെ അടിസ്ഥാനത്തിൽ റമദാൻ ആരംഭിക്കുകയും റമദാൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സഹാബാക്കൾ ഇജ്മാ ആണ്, ഹിസാബ് എന്താവില്ല, ലാ യുഅദ്. ഹിസാബിലൂടെ റമദാൻ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുകയില്ല. അത്
പരിഗണിക്കപ്പെടുകയും ഇല്ല. അതുപോലെ തന്നെ ഷഅബാൻ 29 പൂർത്തിയായിട്ട് 30-ൻ്റെ അന്ന് രാത്രി, അതാണ് യൗമു ശക്ക്, നേരത്തെ വിശദീകരിച്ചു. അന്ന് ഹിലാൽ അന്ന് ദൃശ്യമായിട്ടില്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. മേഘാവൃതമായാലുണ്ടാവും, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഉണ്ടാവും, കാണാൻ പറ്റൂല. അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷഅബാൻ 30 പൂർത്തീകരിച്ച് റമദാൻ 1 ആരംഭിക്കുക. അത് വളരെ വ്യക്തമാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യം ഏതൊരു ആൾക്കും, ആലിമാണോ ജാഹിലാണോ സഗീറാണോ കബീറാണോ റിജാലാണോ നിസാ ആണോ എന്ന് വേർതിരിക്കാതെ ആർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുക, കണ്ടിട്ടില്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കുക, കണ്ടാൽ റമദാൻ 1 ആരംഭിക്കുക. കണ്ടിട്ടില്ല, ഷഅബാൻ 30 പൂർത്തിയാക്കി പിറ്റേന്ന് റമദാൻ 1 ആരംഭിക്കുക. വളരെ വ്യക്തമാണ്. അവിടെ എന്തില്ല കുടിശ്ശിതകളോ വലിയ കണക്കുകളോ ആർക്കും തിരിയാത്ത നിയമങ്ങളോ ഒന്നുമില്ല. ദീൻ വളരെ എളുപ്പമാണ്. അതാണ് ആ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. അടുത്ത ഹദീസ് عن ابن عمر رضي الله عنهما قال, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുമ്പത്തെ ഹദീസിൽ സഹാബിയെ സംബന്ധിച്ച് വിശദീകരിച്ചതാണ്. സഹാബി പറയാണ്, തറാ അന്നാസു അൽ ഹിലാല, ജനങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി, ഹിലാലിനെ നോക്കിയിരുന്നു, ഹിലാലിനെ നോക്കി കാത്തിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫഅഖ്ബർതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി റഅയ്തുഹു, ജനങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ ഹിലാലിനെ നോക്കുകയാണ് യൗമു ശക്കിൻ്റെ ദിവസം. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? കണ്ടു എന്ന് പറഞ്ഞു. ഫസാമ, പിറ്റേന്ന് റസൂല് നോമ്പെടുത്തു. വഅമറന്നാസ ബിസിയാമിഹി, നോമ്പെടുക്കാൻ സഹാബാക്കളോട് കൽപ്പിക്കുകയും ചെയ്തു. റവാഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം. എൻ്റെ തൊട്ടടുത്ത ഹദീസ് വഅൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബി, ഹിജറക്ക് 3 വർഷം മുമ്പാണ് ജനിക്കുന്നത്. മക്കയിൽ ഷൈബ അബി താലിബിലാണ് സഹാബി ജനിക്കുന്നത്. ഹിജറ 63 ത്വായിഫിൽ വെച്ച് വഫാത്തായി. ത്വായിഫിലാണ് സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 1660 ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം ചെറിയ പ്രായമുള്ളൂ. എത്ര വയസ്സുണ്ടാവും? 13 പൂർത്തിയായി 14 കിടക്കുന്ന പ്രായം, ചെറിയ പ്രായമാണ്. തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ്. ഹബ്റുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അതിനൊരു കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കും. അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൻ്റെ ഖാലത്താണ് മൈമൂന റളിയല്ലാഹു അൻഹ. ആ സന്ദർഭങ്ങളിൽ ചെറിയ പ്രായമുള്ള അബ്ദുല്ലാഹി ബിൻ അബ്ബാസും ആ വീട്ടിലുണ്ടാവും. രാത്രി റസൂൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ സഹാബി റസൂലിന് വെള്ളം കൊണ്ട് കൊടുക്കും വുളൂ ചെയ്യാൻ. ആ സമയത്തൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം തടവുകയും അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ വഫഖിഹു ഫിദ്ദീൻ. തഅ്വീൽ തഫ്സീർ, ഖുർആൻ്റെ വ്യാഖ്യാനം അല്ലാഹു എന്ന് ഇവനെ പഠിപ്പിക്കണം, ദീനിൽ ഇൽമ് നൽകണമെന്ന് ദുആ ചെയ്തു. ആ ദുആൻ്റെ ബർക്കത്താണ് അദ്ദേഹം റഈസുൽ മുഫസ്സിരി എന്നറിയപ്പെടുന്ന സഹാബിയാണ്. തഫ്സീർ ആ സഹാബിയിൽ നിന്നാണ് ലോകത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ സഹാബി അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹം വലിയ ആലിമാണ്, സഹാബാക്കളിൽ അറിയപ്പെട്ട ആലിമാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആലിമും ബിൽ ഫറായിദാണ്, അതേപോലെ തന്നെ ഖാരിഉൽ ഖുർആനാണ്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹയിൽപ്പെട്ട പ്രധാനിയായ ആളാണ്. റസൂൽ അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് സഹാബാക്കളുടെ കാലത്തും ഖുർആൻ ജമ്മ് ചെയ്യുന്ന സമയം അവർ ചുമതല ഏൽപ്പിച്ചത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത്രയും ബുദ്ധികൂർമ്മതയുള്ള സഹാബിയാണ്. സഹാബി വഫാത്തായി. സഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ ജനാസ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കാണ്. അപ്പോൾ സഹാബാക്കൾക്കുള്ളൊരു സമാധാനം എന്തായിരുന്നു അറിയോ? നർജു ഫിബിൻ അബ്ബാസിൻ ഖലഫ, നമുക്ക് ഇദ്ദേഹത്തിന് പകരം നമുക്കാരുണ്ട്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് മർജി ആക്കാൻ, എന്ത് കാര്യത്തിലും ദീനിൻ്റെ കാര്യം പഠിക്കാനും അന്വേഷിക്കാനും അറിയാനും ഇദ്ദേഹത്തിൻ്റെ പകരം നമുക്ക് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് സഹാബാക്കൾ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സഹാബാക്കൾ പോലെ അവലംബിച്ച പണ്ഡിതനാണ്, ആലിമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന അഅറാബിയൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു അഅറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ ചന്ദ്രനെ കണ്ടു. ഫഖാല അതഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറബിയാണല്ലോ, അപ്പം മഷ്ഹൂറായിരിക്കൂല, വ്യക്തികൾ മഷ്ഹൂറായിരിക്കൂല, അറിയപ്പെട്ട ആളായിരിക്കൂല. റസൂൽ ചോദിച്ചു, അതഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്ന ആളാണോ? ഖാല നഅം. വീണ്ടും ചോദിച്ചു, അതഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? ഖാല നഅം. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅദ്ദിൻ ഫിന്നാസ് യാ ബിലാലു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അറിയിക്കാൻ പറഞ്ഞു. അദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാന്നല്ല, അലിം. അദ്ദിൻ എന്ന് പറഞ്ഞാൽ അലിം, വനാദി, ജനങ്ങളെ വിളിച്ച് അറിയിക്കാൻ പറഞ്ഞു. അയ്യസൂമു ഗദൻ, എന്താ അറിയിക്കാനാണ് പറഞ്ഞത്? അയ്യസൂമു, അവർ നോമ്പെടുക്കാൻ, ഗദൻ നാളെ. അപ്പം ഇന്ന് വിവരം അറിയിക്കാൻ, ഞാൻ ഹിലാലിനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അറബിൻ്റെ റസൂലിനോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളോട് കൽപ്പിക്കാൻ പറഞ്ഞു, നാളെ നോമ്പ് ആരംഭിക്കാം. ഈ രണ്ട് ഹദീസ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത് റുഅ്യത്തുൽ ഹിലാൽ എങ്ങനെ സ്ഥിരപ്പെടും എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഖൂലു റമദാൻ, റമദാനിൻ്റെ ആരംഭം ഏത് രീതിയിലാണ് സ്ഥിരപ്പെടുക? റുഅ്യത്ത് വേണം. എന്നാൽ ആ റുഅ്യത്ത് ആരിൽ നിന്നാണ് സ്വീകരിക്കുക? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇഖ്തിലാഫുണ്ട്. റമദാൻ ആരംഭിക്കുന്നത് ഒരാൾ, റുഅ്യത്തുൽ വാഹിദ്, ഒരാൾ കണ്ടാൽ റമദാൻ ആരംഭിക്കുമോ? അത് സ്വീകരിക്കപ്പെടുമോ? അല്ല മറ്റുള്ള മാസങ്ങൾ പോലെ രണ്ടാൾ കാണണമെന്ന് ഷർത്തുണ്ടോ? മറ്റുള്ള മാസങ്ങൾക്ക് രണ്ടാൾക്കാർ കാണണം, രണ്ട് ഷാഹിദ് വേണം റുഅ്യത്ത് കണ്ട് എന്ന് പറയാൻ, എന്നാലേ ആ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ റമദാനിന് ഒരാൾ മതിയോ അതല്ല രണ്ടാൾ വേണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നതിനാണ് ഒരാൾ മതി എന്ന് അറിയിക്കാനാണ്. അപ്പോൾ റമദാനിൻ്റെ ദുഖൂല്, അതിൻ്റെ ഹിലാൽ കാണുന്നത് രണ്ടാൾക്കാരെന്നുള്ളത് ഷർത്തില്ല. ഒരാൾ കണ്ടാൽ റമദാനിൻ്റെ ദുഖൂല് സ്ഥിരപ്പെടും. കാരണം എന്താണ്? ഈ ഹദീസിൽ ആദ്യത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മാത്രമാണ് കണ്ടത്, രണ്ടാമത്തതിലോ ആ അറാബി മാത്രമാണ് കണ്ടത്. ഈ ഹദീസ് അറിയിക്കുന്നത് യൗമുശക്കിൻ്റെ ദിവസം, ഷാബാൻ 29 പൂർത്തിയായി 30ൻ്റെ ദിവസം ചന്ദ്രനെ നിരീക്ഷിക്കൽ മുസ്തഹബാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ എന്താണ്? തറ അന്നാസു അൽ ഹിലാല, ജനങ്ങളെല്ലാവരും സഹാബാക്കൾ ചന്ദ്രനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, ഞാനാണ് കണ്ടത്. അപ്പം ആ ഒരു ദിവസം ചന്ദ്രനെ നിരീക്ഷിക്കൽ എന്താണ്? മുസ്തഹബാണ്. അതേപോലെ തന്നെ ഒരാൾ ഹിലാലിനെ കണ്ടാൽ, ഹിലാലിൻ്റെ പിറ ദൃശ്യമായാൽ അവൻ്റെ മേൽ നിർബന്ധമാണ് ഇമാമിനെ അറിയിക്കണം, അല്ലെങ്കിൽ നാട്ടിലെ ഇമാമിൻ്റെ നായിബിനെ ഖാദിയെ അറിയിക്കൽ നിർബന്ധമാണ്. ഇനി ഒരു മസ്അല, ഒരാൾ റമദാനിൻ്റെ ഹിലാൽ കണ്ടു,
അദ്ദേഹം വന്ന് ഖാദിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഖാദി അത് സ്വീകരിച്ചില്ല. അപ്പോൾ ആ ഹിലാൽ കണ്ട വ്യക്തി നോമ്പെടുക്കണോ വേണ്ടയോ? കാരണം അദ്ദേഹത്തിന് റുയത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് ഖാദി സ്വീകരിച്ചില്ല. അപ്പം അദ്ദേഹം നോമ്പെടുക്കണോ വേണ്ടോ എന്നതിൽ ഉണ്ട്. ജുംഹൂറിൻ്റെ അഭിപ്രായം, റാജിഹായ അഭിപ്രായം, ജുംഹൂർ ഫുഖഹാക്കൾ എന്താ പറയുന്നത്, അദ്ദേഹം നോമ്പെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിന് നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന അഭിപ്രായക്കാരനാണ്. കാരണം അദ്ദേഹം ഒരാൾ മാത്രമാണ് കണ്ടത് ഹിലാൽ. അതെന്തില്ല, മഷ്ഹൂറായിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം ഖാദി അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖാദിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, വെറുതെ അങ്ങ് സ്വീകരിക്കാതിരിക്കുകയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നോമ്പെടുക്കണ്ട എന്ന അഭിപ്രായക്കാരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. പക്ഷേ ജംഹൂറുൽ ഫുഖഹ എന്താണ്, നോമ്പ് നിർബന്ധമായി. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ നോമ്പിൻ്റെ വുജൂബിയത്ത് ബന്ധപ്പെടുത്തിയത് റുയത്തുൽ ഹിലാലുമായിട്ടാണ്. അദ്ദേഹത്തിന് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരാണ്. മറ്റൊരു മസല, ഒരാൾ ഷവ്വാലിൻ്റെ പിറ കണ്ടു, അതായത് റമദാൻ അവസാനിക്കുന്ന ആ പിറ കണ്ടു ഒരാൾ. അദ്ദേഹത്തിൻ്റെ വാക്ക് ഖാദി സ്വീകരിച്ചില്ല, തള്ളപ്പെട്ടു. അപ്പം അദ്ദേഹം പിറ്റേന്ന് നോമ്പ് ഒഴിവാക്കണോ വേണ്ടയോ? കാരണം അദ്ദേഹം റുയത്ത് കണ്ടിട്ടുണ്ട്, ഹിലാൽ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതിൽ പണ്ഡിതന്മാർക്ക് എല്ലാവരുടെയും അഭിപ്രായം, അദ്ദേഹം പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ്, ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കണം, അദ്ദേഹം ഒറ്റയ്ക്ക് പെരുന്നാൾ ആഘോഷിക്കൽ പാടുള്ളതല്ല എന്നുള്ളതാണ് അർജഹായിട്ട് പണ്ഡിതന്മാരെ പറഞ്ഞ അഭിപ്രായം. അതാണ് ഒരു സൂക്ഷ്മതയും എന്നുള്ളതാണ് ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം. അപ്പം 6 ഹദീസുകൾ ശരിയെല്ലാം എല്ലാം റുയത്തുൽ ഹിലാലുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നിയത്തുമായി ബന്ധപ്പെട്ട റമദാനിൻ്റെ മസ്അലയിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ 6 ഹദീസിൽ ഇബ്നു ഹജർ റഹിമഹുല്ല ദുഖൂലു റമദാൻ, അതുപോലെ തന്നെ വൻതിഹാഉ, റമദാനിൻ്റെ ആരംഭവും റമദാനിൻ്റെ അവസാനവും അതെങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് റമദാൻ മാസം സ്ഥിരപ്പെടുന്നത്, ഏത് രീതിയിലാണ് സ്ഥിരപ്പെടുന്നത്, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു മുഅ്മിനിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ 6 ഹദീസുകളിലൂടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.